ഗുഡ് മോർണിംഗ്. സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ജനിച്ച വർഷം 1889. സഹോദരൻ അയ്യപ്പൻ ജനിച്ച വർഷം 1889. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ചെറായി, എറണാകുളം. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ചെറായി, എറണാകുളം. സഹോദരൻ അയ്യപ്പന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ഗുരു സഹോദരൻ എന്ന് വിളിച്ചു. സഹോദരൻ അയ്യപ്പന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ഏത് സമുദായത്തിൽപ്പെട്ടയാൾ? ഈഴവ. സഹോദരൻ അയ്യപ്പന്റെ പിതാവ് കെ വിശ്വനാഥൻ. അമ്മയുടെ പേര് മാധവി. സഹോദരൻ അയ്യപ്പൻ പഠിച്ചത് ഏത് കോളേജിൽ? മഹാരാജാസ് കോളേജ്, എറണാകുളം. സഹോദരൻ അയ്യപ്പൻ പഠിച്ചത് ഏത് കോളേജിൽ? മഹാരാജാസ് കോളേജ്, എറണാകുളം. സഹോദരൻ അയ്യപ്പന്റെ ആദ്യത്തെ തൊഴിൽ അധ്യാപകൻ. സഹോദരൻ അയ്യപ്പന്റെ ആദ്യത്തെ തൊഴിൽ അധ്യാപകൻ. സഹോദരൻ അയ്യപ്പന്റെ ഭാര്യയുടെ പേര് സുഭദ്രാമ്മ. അന്തരിച്ചത് 1968. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന സഹോദര സംഘം, 1917. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന സഹോദര സംഘം, 1917. മിശ്രഭോജനം ആരംഭിച്ചത് ഏത് സംഘത്തിലൂടെയാണ്? സഹോദര സംഘം. മിശ്രഭോജനം ആരംഭിച്ചത് ഏത് സംഘത്തിലൂടെയാണ്? സഹോദര സംഘം. വിദ്യാഭൂഷൺ സഭയുമായി ബന്ധമുള്ള പ്രവർത്തകനാര്? സഹോദരൻ അയ്യപ്പൻ. സ്ഥാപകനല്ല. വിദ്യാഭൂഷണി സഭയുമായി ബന്ധമുള്ള പ്രവർത്തകനാര്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജന പ്രസ്ഥാനം നടന്നത് ഏത് വർഷം? 1917. മിശ്രഭോജന പ്രസ്ഥാനം നടന്നത് ഏത് വർഷം? 1917. മിശ്രഭോജനം നടന്ന സ്ഥലം ചെറായി. മിശ്രഭോജനം നടന്ന സ്ഥലം ചെറായി. അദ്ദേഹം ആരംഭിച്ച പത്രം സഹോദരൻ. അദ്ദേഹം ആരംഭിച്ച പത്രം സഹോദരൻ. യുക്തിവാദ പ്രസ്ഥാനത്തോട് അടുത്ത പ്രവർത്തകൻ സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദ പ്രസ്ഥാനത്തോട് അടുത്ത പ്രവർത്തകൻ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം എഡിറ്ററായ മാസിക യുക്തിവാദി. അദ്ദേഹം എഡിറ്ററായ മാസിക യുക്തിവാദി. സഹോദരൻ അയ്യപ്പന്റെ ഏത് ദിവസം ആചരിക്കുന്നു? ആഗസ്റ്റ് 22. സഹോദരൻ അയ്യപ്പന്റെ ഏത് ദിവസം ആചരിക്കുന്നു? ആഗസ്റ്റ് 22. അയ്യപ്പൻ ഉപയോഗിച്ച തൂലികാനാമം ചേരാളൻ. അയ്യപ്പൻ ഉപയോഗിച്ച തൂലികാനാമം ചേരാളൻ. സഹോദരൻ അയ്യപ്പന്റെ പ്രമുഖ മുദ്രാവാക്യം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. സഹോദരൻ അയ്യപ്പന്റെ പ്രമുഖ മുദ്രാവാക്യം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. മിശ്രഭോജനം കൊണ്ടുള്ള മുഖ്യ ലക്ഷ്യം ജാതി വ്യവസ്ഥ തകർക്കുക. സഹോദരൻ അയ്യപ്പനെ സഹോദരൻ എന്ന് വിളിച്ചതാര്? ശ്രീനാരായണ ഗുരു. സഹോദരൻ അയ്യപ്പനെ സഹോദരൻ എന്ന് വിളിച്ചതാര്? ശ്രീനാരായണ ഗുരു. സഹോദരൻ അയ്യപ്പനെ സ്വാധീനിച്ച ഗുരുവാക്യം ഒന്നു മാത്രം മനുഷ്യജാതി. സഹോദരൻ അയ്യപ്പനെ സ്വാധീനിച്ച ഗുരുവാക്യം ഒന്നു മാത്രം മനുഷ്യജാതി. സഹോദരൻ അയ്യപ്പൻ ഏറ്റവും അധികം എതിർത്ത സാമൂഹിക ആചാരം അശുദ്ധി ശുദ്ധി ആചാരം. സഹോദരൻ അയ്യപ്പൻ ഏറ്റവും അധികം എതിർത്ത സാമൂഹിക ആചാരം അശുദ്ധി ശുദ്ധി ആചാരം. സഹോദരൻ അയ്യപ്പൻ ഏത് പ്രസ്ഥാനത്തിന്റെ മുൻഗാമി? യുക്തിവാദ പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ ഏത് പ്രസ്ഥാനത്തിന് മുൻഗാമി? യുക്തിവാദ പ്രസ്ഥാനം. കുട്ടികൾക്കായി എഴുതി നൽകിയ കൃതി കൈപ്പീടിക. കുട്ടികൾക്കായി എഴുതി നൽകിയ കൃതി കൈപ്പീടിക. ദളിതർക്കു വേണ്ടി രചിച്ച കൃതി പുലയരുടെ കേളി. ദളിതർക്കു വേണ്ടി രചിച്ച കൃതി പുലയരുടെ കേളി. അയ്യപ്പൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. അയ്യപ്പൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ പ്രവർത്തകൻ സഹോദരൻ അയ്യപ്പൻ. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ പ്രവർത്തകൻ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ട്രാവൻകൂർ കൊച്ചിൻ അസംബ്ലിയിലും അംഗമായി പ്രവർത്തിച്ചു. സഹോദരൻ അയ്യപ്പൻ ട്രാവൻകൂർ കൊച്ചിൻ അസംബ്ലിയിലും അംഗമായി പ്രവർത്തിച്ചു. സഹോദര സംഘത്തിന്റെ പ്രധാന പരിപാടി മിശ്രഭോജനം. സഹോദര സംഘത്തിന്റെ പ്രധാന പരിപാടി മിശ്രഭോജനം. സഹോദരൻ പത്രം ആരംഭിച്ച വർഷം 1917. സഹോദരൻ പത്രം ആരംഭിച്ച വർഷം 1917. സഹോദരൻ അയ്യപ്പൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളാസ് ഫസ്റ്റ് റേഷണലിസ്റ്റ് ആൻഡ് ലീഡർ ഓഫ് കാസ്റ്റ് റിഫോം. സഹോദരൻ അയ്യപ്പൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളാസ് ഫസ്റ്റ് റേഷണലിസ്റ്റ് ആൻഡ് ലീഡർ ഓഫ് കാസ്റ്റ് റിഫോം. സ്വാമി ആഗമാനന്ദ. സ്വാമി ആഗമാനന്ദ ജനിച്ചത് എപ്പോൾ, എവിടെ? 27 ഓഗസ്റ്റ് 1896, ചവറ, കൊല്ലം ജില്ല. സ്വാമി ആഗമാനന്ദ ജനിച്ചതെപ്പോൾ? 27 ഓഗസ്റ്റ് 1896, ചവറ, കൊല്ലം ജില്ലയിൽ. യഥാർത്ഥ പേരെന്തായിരുന്നു? കൃഷ്ണൻ നമ്പ്യാതിരി. യഥാർത്ഥ പേരെന്തായിരുന്നു? കൃഷ്ണൻ നമ്പ്യാതിരി. സ്വാമി ആഗമാനന്ദ മരിച്ചതെപ്പോൾ? 1961. സ്വാമി ആഗമാനന്ദ മരിച്ചതെപ്പോൾ? 1961. തുല്യ സ്വാതന്ത്ര്യം സാമൂഹ്യ ആത്മീയ ഉണർവ് പ്രസ്ഥാനം ഏത്? രാമകൃഷ്ണ അദ്വൈത ആശ്രമ, കാലടി. തുല്യ സ്വാതന്ത്ര്യ സാമൂഹ്യ ആത്മീയ ഉണർവ് പ്രസ്ഥാനം ഏത്? രാമകൃഷ്ണ അദ്വൈത ആശ്രമ, കാലടി. സ്വാമി ആഗമാനന്ദന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കോളേജ് ശ്രീ ശങ്കര കോളേജ്, കാലടി, 1953 സ്ഥാപിച്ചു. സ്വാമി ആഗമാനന്ദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കോളേജ് ശ്രീ ശങ്കര കോളേജ്, കാലടി, 1953 സ്ഥാപിച്ചു.
കേരളത്തിലെ വിദ്യാർത്ഥി സാമൂഹിക നന്മയ്ക്ക് അദ്ദേഹം സ്ഥാപിച്ചത് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം. കേരളത്തിലെ വിദ്യാർത്ഥി സാമൂഹിക നന്മയ്ക്ക് അദ്ദേഹം സ്ഥാപിച്ചത് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം. അദ്ദേഹം പ്രവർത്തിച്ച പ്രധാന ആശയം ജാതി വിവേചനം, അന്ധവിശ്വാസം, കാസ്റ്റ് സിസ്റ്റത്തിന് എതിരെയായി. അദ്ദേഹം പ്രവർത്തിച്ച പ്രധാന ആശയം ജാതി വിവേചനം, അന്ധവിശ്വാസം, കാസ്റ്റ് സിസ്റ്റത്തിന് എതിരെയായി. അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധ മാസിക പത്രങ്ങളേത്? അമൃതവാണി, പ്രബുദ്ധ കേരളം. അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധ മാസിക പത്രങ്ങളേത്? അമൃതവാണി, പ്രബുദ്ധ കേരളം. സ്വാമി ആഗമാനന്ദ എഴുതിയ പ്രധാന സാഹിത്യകൃതി പ്രബുദ്ധ കേരളം ലേഖനങ്ങൾ. സ്വാമി ആഗമാനന്ദ എഴുതിയ പ്രധാന സാഹിത്യകൃതി പ്രബുദ്ധ കേരളം ലേഖനങ്ങൾ. സ്വാമി ആഗമാനന്ദയുടെ പ്രധാന പ്രഭാഷണ വിഷയങ്ങൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ റിഫോംസ്, എഡ്യൂക്കേഷൻ, സ്പിരിച്വാലിറ്റി. അദ്ദേഹം സന്യാസം സ്വീകരിച്ച വർഷം 1928. അദ്ദേഹം സന്യാസം സ്വീകരിച്ച വർഷം 1928. അദ്ദേഹം സ്ഥാപിച്ച രാമകൃഷ്ണ അദ്വൈത ആശ്രമ പ്രധാന പ്രവർത്തനം എഡ്യൂക്കേഷൻ, സോഷ്യൽ റിഫോം, സ്പിരിച്വൽ അപ്ലിഫ്റ്റ്. അദ്ദേഹം സ്ഥാപിച്ച രാമകൃഷ്ണ അദ്വൈത ആശ്രമ പ്രധാന പ്രവർത്തനം എഡ്യൂക്കേഷൻ, സോഷ്യൽ റിഫോം, സ്പിരിച്വൽ അപ്ലിഫ്റ്റ്. ശ്രീശങ്കര കോളേജ് കാലടി സ്ഥാപിച്ചത് ഏത് വർഷം? 1953. ശ്രീശങ്കര കോളേജ് കാലടി സ്ഥാപിച്ചത് ഏത് വർഷം? 1953. സ്വാമി ആഗമാനന്ദ അധ്വാനങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രം ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം കാലടി. സ്വാമി ആഗമാനന്ദന്റെ അധ്വാനങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രം ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമ കാലടി. സ്വാമി ആഗമാനന്ദന്റെ സാമൂഹിക പ്രസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് അൺടച്ചബിലിറ്റി ഓപ്പോസിഷൻ. അദ്ദേഹത്തിന്റെ പ്രധാന മുദ്രാവാക്യം അല്ലെങ്കിൽ ദർശനം സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ അവേക്കനിങ് ഫോർ ഓൾ. അദ്ദേഹത്തിന്റെ ആത്മീയ സാമൂഹിക ലക്ഷ്യം എഡ്യൂക്കേഷൻ, സോഷ്യൽ ഇക്വാലിറ്റി, സ്പിരിച്വൽ ഗ്രോത്ത്. അദ്ദേഹത്തിന്റെ ആത്മീയ സാമൂഹിക ലക്ഷ്യം എഡ്യൂക്കേഷൻ, സോഷ്യൽ ഇക്വാലിറ്റി, സ്പിരിച്വൽ ഗ്രോത്ത്. അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ ജനിച്ചതെപ്പോൾ, എവിടെ? 1861 കോഴിക്കോട്ട് സമീപം. അയ്യത്താൻ ഗോപാലൻ ജനിച്ചതെപ്പോൾ? 1861 കോഴിക്കോട്ട് സമീപം. അയ്യത്താൻ ഗോപാലൻ മരിച്ചതെപ്പോൾ? 2 മെയ് 1948. അയ്യത്താൻ ഗോപാലൻ മരിച്ചതെപ്പോൾ? 2 മെയ് 1948. അയ്യത്താൻ ഗോപാലൻ യഥാർത്ഥ പേരെന്തായിരുന്നു? കൃഷ്ണൻ അല്ലെങ്കിൽ കെ ഗോപാലൻ. പേരിൽ വ്യത്യാസങ്ങൾ ചില രേഖകളിൽ കാണാം. അയ്യത്താൻ ഗോപാലൻ യഥാർത്ഥ പേരെന്തായിരുന്നു? കൃഷ്ണൻ കെ ഗോപാലൻ എന്നും. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ഡോക്ടർ, സർജൻ ആയിരുന്നു. കേരളത്തിലെ ആദ്യ ബ്രഹ്മോ സമാജ് ശാഖ സ്ഥാപിച്ചതാരാണ്? അയ്യത്താൻ ഗോപാലൻ 1898 കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ബ്രഹ്മോ സമാജ് ശാഖ സ്ഥാപിച്ചതാരാണ്? അയ്യത്താൻ ഗോപാലൻ 1898 കോഴിക്കോട്. സുഗുണവർദ്ധിനി മൂവ്മെന്റ് ആരംഭിച്ചത് ഏത് വർഷം? 1900. സുഗുണവർദ്ധിനി മൂവ്മെന്റ് ആരംഭിച്ചത് ഏത് വർഷം? 1900. അയ്യത്താൻ ഗോപാലന്റെ വിദ്യാർത്ഥി സാമൂഹിക സംഘടന ഏത്? സുഗുണവർദ്ധിനി മൂവ്മെന്റ്. അയ്യത്താൻ ഗോപാലന്റെ വിദ്യാർത്ഥി സാമൂഹിക സംഘടന ഏത്? സുഗുണവർദ്ധിനി മൂവ്മെന്റ്. അയ്യത്താൻ ഗോപാലന്റെ സോഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെ? സ്കൂൾസ്, അയ്യത്താൻ വീവിംഗ് മിൽസ്, ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ സ്കൂൾസ്. അയ്യത്താൻ ഗോപാലന്റെ സോഷ്യൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെ? സ്കൂൾസ്, അയ്യത്താൻ വീവിംഗ് മിൽസ്, ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ സ്കൂൾസ്. അദ്ദേഹം ലോവർ കാസ്റ്റ് ദളിത് വിഭാഗങ്ങൾക്ക് നൽകിയത് എന്ത്? സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ, സാമ്പത്തിക പിന്തുണ. അദ്ദേഹം ദളിത് വിഭാഗങ്ങൾക്ക് നൽകിയത് എന്ത്? സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ, സാമ്പത്തിക പിന്തുണ. ബ്രഹ്മോ സമാജിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എവിടെയാണ് നടന്നത്? കോഴിക്കോട്. കേരളത്തിലെ വിവിധ ഗ്രാമങ്ങൾ. ബ്രഹ്മോ സമാജിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എവിടെയാണ് നടന്നത്? കോഴിക്കോടും കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിലും. അയ്യത്താൻ ഗോപാലന്റെ പ്രധാന സാമൂഹിക പ്രതിപാദ്യം എന്തായിരുന്നു? കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, വുമൻ ആൻഡ് ചിൽഡ്രൻസ് അപ്ലിഫ്റ്റ്മെന്റ്. അയ്യത്താൻ ഗോപാലന്റെ പ്രധാന സാമൂഹിക പ്രതിപാദ്യം എന്തായിരുന്നു? കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, വുമൻ ആൻഡ് ചിൽഡ്രൻസ് അപ്ലിഫ്റ്റ്മെന്റ്. അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ എടുത്ത നീക്കം എന്തായിരുന്നു? ഇന്റർകാസ്റ്റ് മാരേജസ്, ഇന്റർ ഡൈനിങ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒപ്പോസിഷൻ. അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ എടുത്ത നീക്കം ഏതായിരുന്നു? ഇന്റർകാസ്റ്റ് മാരേജസ്, ഇന്റർ ഡൈനിങ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒപ്പോസിഷൻ. അദ്ദേഹത്തിന്റെ മത വൈദിക ചിന്ത ബ്രഹ്മോ സമാജ് പ്രിൻസിപ്പിൾസ്, റേഷണലിസ്റ്റ് അപ്രോച്ച്, ഐഡൽ വർഷിപ്പ്. അദ്ദേഹത്തിന്റെ മതവൈദിക ചിന്ത ബ്രഹ്മോ സമാജ് പ്രിൻസിപ്പിൾസ്, റേഷണലിസ്റ്റ് അപ്രോച്ച്, ഐഡൽ വർഷിപ്പ്. അയ്യത്താൻ ഗോപാലന്റെ പ്രശസ്ത ബഹുമതി എന്തായിരുന്നു? റാവോ സാഹിബ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അയ്യത്താൻ ഗോപാലന്റെ പ്രശസ്ത ബഹുമതി എന്തായിരുന്നു? റാവോ സാഹിബ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അയ്യത്താൻ ഗോപാലന്റെ സാമൂഹിക ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏതാണ്? അയ്യത്താൻ ക്ലിനിക് അല്ലെങ്കിൽ ഡിസ്പെൻസറി.
ഫ്രീ ട്രീറ്റ്മെന്റ് ഫോർ ലോവർ ക്ലാസ്സസ്. അയ്യത്താൻ ഗോപാലന്റെ സാമൂഹിക ആരോഗ്യ പ്രവർത്തനങ്ങൾ. അയ്യത്താൻ ക്ലിനിക്ക് ഡിസ്പെൻസറി. ലോവർ ക്ലാസ്സുകൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിനായി നടത്തിയ പ്രവർത്തനം ഏത്? സുഗുണവർദ്ധിനി മൂവ്മെന്റ്, ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിനായി നടത്തിയ പ്രവർത്തനം സുഗുണവർദ്ധിനി മൂവ്മെന്റ്, ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. അയ്യത്താൻ ഗോപാലന്റെ സാമൂഹിക വ്യക്തിത്വത്തിന് സമാനമായ ഇന്ത്യയിലെ നേതാവ് ആരെന്ന് പരിഗണിക്കുന്നു? രാജാറാം മോഹൻ റോയ്. കേരളാസ് രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിക്കപ്പെടുന്നു. അയ്യത്താൻ ഗോപാലന്റെ സാമൂഹിക വ്യക്തിത്വത്തിന് സമാനമായ ഇന്ത്യയിലെ നേതാവ് ആരെന്ന് പരിഗണിക്കുന്നു? രാജാറാം മോഹൻ റോയ്. കേരളാസ് രാജാറാം മോഹൻ റോയ് എന്നും വിശേഷിക്കപ്പെടുന്നു അയ്യത്താൻ ഗോപാലനെ. അദ്ദേഹത്തിന്റെ എഴുത്ത്, പ്രസംഗം പ്രധാനമായും എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു? സോഷ്യൽ റീഫോംസ്, കാസ്റ്റ് ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ പ്രൊമോഷൻ, rational thinking. Thank you.